വിരലനക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. തശഹുദിൽ വിരലനക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് മറ്റുള്ളവർക്ക് ഇടങ്ങേറാക്കുന്നതല്ലേ, അവരുടെ നിസ്കാരത്തെ ബാത്തിലാക്കുന്നതല്ലേ, എങ്കിൽ ഇതെന്താണ് ഇതിനുള്ള ശരിയായ വശം എന്ന് ചോദിക്കുന്നുണ്ട്. അത് തികച്ചും അദ്ദേഹത്തിൻ്റെ ഒരു യുക്തിയിൽ നിന്നും വരുന്ന ചോദ്യം മാത്രമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ അത് ബാക്കിയുള്ളവർക്ക് ഇടങ്ങാറാകൂലേ എന്ന് വിചാരിച്ചാൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ തോന്നണത് സുബ്ഹ് ബാങ്കിൻ്റെ സമയത്ത് എല്ലാ ആളുകളും കിടന്നിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇടങ്ങാറാകൂലേ എന്ന് വിചാരിച്ച് നമ്മൾ ബാങ്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം മഹാപണ്ഡിതനായിക്കൊണ്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയണ്ടായി എന്ത് മുസ്ലിം ആളുകളൊക്കെ ഉള്ള ഏരിയകളിലൊക്കെ ആണെങ്കിൽ ബാങ്ക് എന്താക്കരുത്, മൈക്കിലൂടെ പുറത്ത് വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വലിയ കാര്യത്തിൽ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ റബീഉൽ അവ്വൽ മാസം വന്ന സമയത്ത് പോലും മൗലിദ് പാരായണം അടക്കം സുബഹിൻ്റെ മുമ്പ് തന്നെ മൈക്കിലൂടെ പുറത്തേക്ക് വിട്ടു എന്നത് വലിയ രസകരമായി കൊണ്ട് നോക്കി കണ്ടൊരു കാര്യം കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇടങ്ങാറാവുകയില്ലേ, പ്രയാസമാവുകയില്ലേ എന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നത് സ്ഥിരപ്പെട്ടോ എങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇടങ്ങാറാവുകയല്ലേ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഹജ്ജിന് പോകാമെന്നാണ് എത്ര ഇടങ്ങാറുണ്ട്. അതിൻ്റെ പേരിൽ അത് ഒഴിവാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ബലിയർക്കുക, ഒരാൾ ആലോചിക്കണമെന്ന് ആ ഗുരുവിന് എത്ര ഇടങ്ങാറുണ്ട്. അതുകൊണ്ട് അതല്ല ഇബാദത്തിൻ്റെ അടിസ്ഥാനം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടോ എങ്കിലും എടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം വിരലുകൾ തഹിയാത്തിൽ തശഹുദിലിരിക്കുന്ന സമയത്ത് ഉയർത്തിയതും അതുപോലെ ചലിപ്പിച്ചതും സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഗ്രന്ഥം ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ സിഫത്ത് സ്വലാത്ത് നബിയുടെ അസ്ലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സ്വഹീഹല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവനും അദ്ദേഹം ഗണ്ണിച്ചുകൊണ്ട് വളരെ കൃത്യമായ നിലക്ക് തന്നെ അതിന് ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അത് സഹീഹാണെന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാപിക്കുന്നുമുണ്ട്. പിന്നീട് വിരൽ അനക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് അനക്കേണ്ടത്, എവിടെയാണ് അനക്കേണ്ടത്? ആ വിഷയത്തിൽ ഫയദ്ഉഹു ബിഹ എന്ന പദപ്രയോഗം വെച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം അതിനെ ഷറഹുൽ മുംതിയിലും മറ്റുമൊക്കെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും. പ്രാർത്ഥനകൾ വരുന്നിടങ്ങളിൽ മാത്രമാണ് ഒന്ന് ഇളക്കേണ്ടത്. അപ്പോൾ അത്തഹിയാത്തുലില്ല, അസ്സലവാത്തു തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ചൊല്ലി എന്നിട്ട് പറഞ്ഞാൽ അസ്സലാമു അലൈന എന്ന് പറയുന്നിടത്താണ് ഒരു പ്രാർത്ഥന ഉള്ളത്. അപ്പോൾ അസ്സലാമു അലൈന എന്നുള്ളിടത്തൊന്ന് താഴ്ത്തി പൊന്തിക്കും. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത് കഴിഞ്ഞ് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പ്രാർത്ഥനയാണ്. വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ എവിടെയാണോ വരുന്നത് അവിടെ ഇളക്കുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മൂന്നാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് നോക്കേണ്ടത്? രണ്ടഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. ഒന്നിരിക്കൽ നേരെ സുജൂദിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ നേരെ മുമ്പോട്ട് നോക്കുക. ഈ രണ്ടഭിപ്രായങ്ങളാണുള്ളത്. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നുള്ളൊരു ഹദീസാണെങ്കിൽ നേരെ മുന്നോട്ട് നോക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഉള്ള ആയത്തിനെ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഫവല്ലി വജ്ഹക ഷത്റുൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞ ആയത്ത്. അപ്പോൾ എന്താണെങ്കിലും എങ്ങനെയാണ് മറ്റൊരാൾ വിരലിളക്കുന്നത് ഒപ്പിരിക്കുന്ന ആൾ കാണുന്നുള്ളതാണ്. രണ്ടാമത്തത് അടുത്ത ചർച്ചയിലുള്ളത് പണ്ഡിതന്മാർ പറയണ കാണാം. പിന്നീട് വിരൽ പൊന്തിക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് നോക്കേണ്ടത്? വിരൽ പൊന്തിക്കുന്ന സമയത്ത് നോക്കേണ്ടത് തൻ്റെ വിരലിലേക്കാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ചൂണ്ടുവിരലിലേക്ക് നോക്കുമ്പോൾ അതിലേക്ക് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ എൻ്റെ തൊട്ട് അങ്ങേപ്പുറത്തുള്ള ഒരാളെ വിരലിളക്കുന്നത് ഞാൻ എങ്ങനെ കാണാം? അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ഉള്ള ഖുശൂഇൻ്റെ കുറവാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക്, പ്രത്യേകിച്ചും ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ ബുദ്ധി പ്രമാണമായി കാണുന്നതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹുവിൻ്റെ ഒരു വാക്കുകൂടി ഇവിടെ വളരെ പ്രസക്തമാണ്. ദീൻ എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനം ബുദ്ധി ഉപയോഗിക്കലാണെന്നുണ്ടെങ്കിൽ കുഫ അഥവാ കാലുറയുടെ മുകളിലായിരുന്നില്ല തടവേണ്ടി വരിക, അതിൻ്റെ താഴ്ഭാഗത്തായിരുന്നു എന്നാണ്. കാരണം കുഫയിൽ തടവൽ അതിൻ്റെ മുകളിലാണ്. ചളിയും മണ്ണും പൊടിയൊക്കെ ആകാൻ സാധ്യത ഉള്ളത് താഴെയുമാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യകർത്താവിനോട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.